ഹലോ ഫുഡീസ്, ഇന്നൊരു സ്നാക്ക് റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്കാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. സ്നാക്ക് തയ്യാറാക്കാനായി ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് അളവില്ല, നമുക്ക് ഇഷ്ടമുള്ളത്ര നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതോടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അത്യാവശ്യം നന്നായിട്ട് പഴുത്ത ഒരു പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. പഴം എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളിതെല്ലാം കൂടെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്കൊരു ക്രീമി ആയിട്ട് കിട്ടണം, കഷ്ണങ്ങളായിട്ട് ഇരിക്കാൻ പാടില്ല ഈ പഴം. അതുകൊണ്ട് നല്ല പഴുത്ത പഴം തന്നെ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പഴത്തിലൊക്കെ നല്ല മധുരം ഉള്ളതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് ഒന്നുകൂടെ വഴറ്റാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് അവിലാണ്. ഈ 1/2 കപ്പ് അവിൽ ഇതിൽ അഴുക്കൊക്കെ കളയാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമുക്ക് ഈ 1/2 കപ്പ് അവിൽ നമ്മുടെ പഴത്തിലോട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഉടച്ച് നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും. നമുക്ക് ഈ ഒരു ടൈപ്പുള്ള ഫില്ലിങ്സ് ആണ് വേണ്ടത്. അതുകൊണ്ട് എപ്പോഴും നല്ല പഴുത്ത പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പഴുക്കാത്ത പഴമാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു മിക്സായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് പെട്ടെന്ന് തന്നെ മാറ്റാം. ഈ സ്നാക്ക് തയ്യാറാക്കാൻ ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഓരോ സ്ലൈസ് ബ്രെഡും ഇതുപോലെ 4 കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഒരു പീസ് ബ്രെഡ് എടുത്ത ശേഷം 1-2 ടീസ്പൂൺ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത പീസ് വെച്ച് ഒരു സ്ക്വയർ ഷേപ്പിലാക്കി നന്നായിട്ടൊന്ന് അമർത്തിയെടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒട്ടിപ്പിടിച്ചിരുന്നോളും, പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ബാക്കി എല്ലാ പീസ് വെച്ചും നമുക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു കിഡു ഐറ്റമാണിത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇവിടെ ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മുട്ടയിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് കാച്ചാത്ത പാലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഒരു ഏലക്കായ ചേർത്ത് പൊടിച്ചതാണിത്. നമ്മുടെ ബ്രെഡ് ഈ മുട്ടക്കൂട്ടിലൊന്ന് മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ ബ്രെഡ് പീസും ചെയ്തെടുക്കുക. മുട്ട മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എല്ലാ ബ്രെഡ് പീസും ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കി നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യൊന്ന് ഉരുക്കി വരുന്ന സമയത്ത് നമുക്ക് ഓരോ ബ്രെഡ് പീസും ഇതിലും വെച്ചിട്ട് നന്നായിട്ട് എല്ലാ വശവും ഒരേപോലെ ബ്രൗൺ കളറായി വരുന്നത് വരെ ചെറിയ തീയിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാ വശവും ഒരേപോലെ ഒരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ തിരിച്ചു മറിച്ചു ഇട്ടെടുത്തിട്ട് നമുക്ക് ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ആവശ്യത്തിനുള്ള നെയ്യ് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ വശവും ഇതുപോലെ ഒരേപോലെ ടോസ്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. പുറത്തെ ആ ഒരു ബ്രെഡ് മുട്ട കോട്ടിങ്ങും ഉള്ളിൽ നല്ല നെയ്യിൽ വഴറ്റിയ പഴവും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ശരിക്കും ഇത് ഒരെണ്ണം മതി നമുക്ക് വയറ് നിറയാനായിട്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്